ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. അപ്പോ ഇന്ന് നമുക്ക് 2026 അടുത്തൊരു നോട്ടിഫിക്കേഷൻ, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസമാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ ഇൻഷുറൻസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. OICL എന്ന് എല്ലാവരും കേട്ട് കാണും. അതായത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ് OICL. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഒത്തിരി ഇൻഷുറൻസ് കമ്പനീസ് അറിയാം അല്ലെ. ഇപ്പോ LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി അറിയാം. അതുപോലെ NIACL, പിന്നെ വരുന്ന നമ്മുടെ OICL, അങ്ങനെ ഒത്തിരി ഒത്തിരി ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, അങ്ങനെ നമുക്ക് ഒത്തിരി ഒത്തിരി ഇൻഷുറൻസ് കമ്പനീസ് അറിയാം. അപ്പോൾ ഇതിന്റെയൊക്കെ ഓഫീസർ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കും ഒക്കെ നമുക്ക് ഇതുപോലെ വർഷം തോറും നമ്മുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ വർഷം, അതായത് നമുക്ക് 2025 ഒട്ടുമിക്ക എല്ലാ ഇൻഷുറൻസ് കമ്പനിയുടെ തന്നെ നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതാ നമുക്ക് നെക്സ്റ്റ് ഇയറിലത്തേക്ക്, അതായത് 2026 ആദ്യത്തെ ഇൻഷുറൻസ് പരീക്ഷ നമുക്ക് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഇൻഷുറൻസ് എക്സാം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമ്മുടെ OICL AO, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടും വരുന്ന കാര്യങ്ങൾ, നമ്മുടെ എന്താണ് ഇമ്പോർട്ടന്റ് ഡേറ്റ് എന്താണ്, എത്ര വേക്കൻസി ആണ്, ഏത് പോസ്റ്റിലേക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ നോക്കാം. ആദ്യം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മുടെ ഡേറ്റ്സ് ആണ്. അതായത് രജിസ്ട്രേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, പേയ്മെന്റ് എപ്പോഴാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അപ്പൊ നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് December 3 ആണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് December 15 അതുപോലെ ആപ്ലിക്കേഷൻ ഫീസും December 3 തൊട്ട് അതുപോലെ തന്നെ December 15 രാത്രി മിഡ് നൈറ്റ് വരെ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസും കൊടുക്കാവുന്നതാണ്. അപ്പം 2 ഡേയ്സും എന്താണ് ഇൻക്ലൂസീവ് ആയിട്ട്, അതായത് 2 ഡേയ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ എക്സാം വരുന്നത് 10th January ആണ് നമുക്ക് എക്സാം. അതായത് ഇത് ഡിസംബർ ആണ്. അപ്പം നെക്സ്റ്റ് മാസം എത്രയാണ്, 10th തീയതിയാണ് എക്സാം വരിക. ഓക്കെ. ഇനി നമ്മുടെ എക്സാമിനേഷന്റെ കോൾ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് എപ്പോഴാണെന്നൊക്കെ വെബ്സൈറ്റിൽ അറിയിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി മെയിൻസ് അഥവാ നമ്മുടെ Tier 2 എക്സാം എന്ന് പറയുന്നത് 28 ഫെബ്രുവരിക്കാണ് നമുക്ക് മെയിൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വിളിച്ചിട്ടുള്ളത് 2 പോസ്റ്റുകളാണ്. 2 പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ജനറലിസ്റ്റ് ഓഫീസേഴ്സിന്റെ പോസ്റ്റും വിളിച്ചിട്ടുണ്ട്, അതുപോലെ ഹിന്ദി ഓഫീസേഴ്സിന്റെ പോസ്റ്റും വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ വേക്കൻസി കണ്ടോ, അതിൽ ജനറലിസ്റ്റ് ടോട്ടൽ നമുക്ക് 300 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. അതില് ജനറലിസ്റ്റിന്റെ വേക്കൻസി എന്ന് പറയുന്നത് ടോട്ടൽ 285 വേക്കൻസീസും ഹിന്ദി ഓഫീസേഴ്സ് അഥവാ നമ്മുടെ രാജ്ഭാഷ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് 15 വേക്കൻസിയാണ് അവിടെ വരിക. ഓക്കെ. അപ്പോ ഇതിൽ നമുക്ക് URന്റെ വേക്കൻസി എന്ന് പറയുന്നത് 123 ആണ് ജനറലിസ്റ്റ്. OBC ആണെങ്കിൽ 68, SC ആണെങ്കിൽ 42, ST ആണെങ്കിൽ 24, EWS ആണെങ്കിൽ 28. അതുപോലെ തന്നെ ഹിന്ദി ഓഫീസേഴ്സ് വരുമ്പോൾ URന് 7 ഓഫീസേഴ്സ് ഉണ്ട്, OBCക്ക് 4, SCക്ക് 2, STക്ക് 1, EWSന് 1. അതുപോലെ നമ്മുടെ PWBD കാൻഡിഡേറ്റ്സിനും ഇതുപോലെ നമുക്ക് കറസ്പോണ്ടിങ് എന്താണ് വേക്കൻസി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ടോട്ടൽ 300 വേക്കൻസിയാണ്. അതിൽ 285 വേക്കൻസിയാണ് സാധാരണ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക. ഇനി ഏജ് ലിമിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടതും അത് തന്നെയാണ് അല്ലെ. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ. അപ്പൊ ഇവിടെ മിനിമം ഏജ് പറയുന്നത് 21 വയസ്സും മാക്സിമം ഏജ് 30 വയസ്സുമാണ്. എങ്ങനെയാണോ നമ്മുടെ പ്രൊബേഷണറി ഓഫീസറിന്റെ ഒരു എന്താണ് ഏജ് ലിമിറ്റ് വരുന്നത്, അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന എയുടെ ഏജ് ലിമിറ്റും വരുന്നത്. അപ്പൊ 21 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരിക. അപ്പോൾ അത് മെയിൻലി നമുക്ക് കട്ട് ഓഫ് ഡേറ്റ് പറയുന്നുണ്ട് 30/11/2025 പ്രകാരം എന്ന് പറയുന്നുണ്ട്. അതായത് 1st December 1995 30/11/2004 മിഡ് ആയിട്ടുള്ളവർക്കാണ്. അപ്പം അതില് ബിറ്റ്വീൻ ആയിട്ട് ബർത്ത് ഡേറ്റ് പറഞ്ഞവർക്ക് എന്താണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ ഈ 2 ഡേറ്റ്സും ഇൻക്ലൂസീവ് ആണ്, ഇൻക്ലൂഡഡ് ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് അവരുടെ ഏജ് റിലാക്സേഷൻ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ഏജ് റിലാക്സേഷൻ ആർക്കൊക്കെ ഉണ്ടെന്ന് നോക്കുക. SC STക്ക് നമുക്ക് സാധാരണ പറയുന്ന പോലെ തന്നെ SC STക്ക് 5 വർഷത്തെ റിലാക്സേഷൻ. ഇനി OBC അതിൽ നോൺ ക്രീമി ലെയറിനാണെങ്കിൽ 3 വർഷത്തേത്, ക്രീമി ലെയർ ആണെങ്കിൽ അത് UR കാൻഡിഡേറ്റിന്റെ അതേ ഇതായിരിക്കും, ഏജ് ലിമിറ്റ് ആയിരിക്കും വരിക. നെക്സ്റ്റ് PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവിടെ 10 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസ് മെൻ, അതുപോലെ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഓഫീസേഴ്സ് ഹു ഹാവ് റെന്റഡ് അല്ലെങ്കിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻഡ് ഓഫീസേഴ്സ്. അപ്പൊ അവർ 5 വർഷത്തെ മിനിമം സേവനം അനുഷ്ഠിച്ചിരിക്കണം എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. അവർക്കാണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ അവിടെ പറയുന്നുണ്ട്. ഓക്കെ. ഇനി ഡിഫൻസ് പേഴ്സൺ, സർവീസ് പേഴ്സണലുണ്ട്. അതും നമുക്ക് ഈ പറയുന്ന എന്താണ്
ഡിസേബിൾഡ് ആയിട്ടുള്ള അവർക്ക് 3 വർഷത്തെയും, അതുപോലെ വിഡോസ്, ഡിവോഴ്സ്ഡ് വുമൺ ലീഗലി സെപ്പറേറ്റഡ് ഇവർക്കൊക്കെ 9 വർഷത്തെ റിലാക്സേഷനും. ഇനി എക്സിസ്റ്റിംഗ് കൺഫേംഡ് എംപ്ലോയീസ് ഓഫ് പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോ എന്താണ് കൺഫേംഡ് എംപ്ലോയീസ് ആയിട്ടുള്ള പബ്ലിക് സെക്ടറിൽ കൺഫേംഡ് എംപ്ലോയീസ് ആയിട്ടുള്ളവർക്ക്, അതിൽ GIC വർക്ക് ചെയ്യുന്നവർക്കും അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിനും 8 വർഷത്തെ റിലാക്സേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്വാളിഫിക്കേഷൻ ആണ്. അതിൽ ജനറലിസ്റ്റ് ഓഫീസേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ നമുക്ക് സാധാരണ പറയുന്ന പോലെ എനി ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അറ്റ്ലീസ്റ്റ് 60% മാർക്സ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നത് ഡിഗ്രി എക്സാമിനേഷന്. അതുപോലെ നമുക്ക് SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 55% മാർക്സ് ആണ് അറ്റ്ലീസ്റ്റ് വേണ്ടത് എന്നുള്ളതും അവിടെ പറയുന്നുണ്ട്. അപ്പം എനി ഗ്രാജുവേറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ എനി പോസ്റ്റ് ഗ്രാജുവേറ്റിനും ആപ്ലിക്കേഷൻ കൊടുക്കാം. 60% മാർക്സ് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഹിന്ദി രാജ്ഭാഷ ഓഫീസേഴ്സ്, ഹിന്ദി ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ്, അതായത് ഹിന്ദി വിത്ത് ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് കമ്പൽസറി ആയിട്ടും ഉള്ളവർക്ക്, അല്ലെങ്കിൽ എലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടൊക്കെ എടുത്തവർക്ക്, അവർക്ക് 60% ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതും അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി തന്നെയാണ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ഉള്ളവർക്കും എടുക്കാം, അതും 60% ആണ്. അങ്ങനെ നമുക്ക് കുറച്ച് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഹിന്ദി ഓഫീസേഴ്സ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും കൊടുക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമോളുമെന്റ്സ് ആണ്. അപ്പൊ എത്രയാണ് നമുക്ക് ഇതിൽ വരുന്ന ആദ്യത്തെ ഒരു ബേസിക് പേ എന്ന് പറയുന്നത്? അപ്പൊ ബേസിക് പേ വന്നിട്ട് ഇവിടെ 50,925 ആണ്. അതായത് 50+ ആണ് നമുക്ക് ഈ പറയുന്ന 50K+ ആണ് നമുക്ക് ഈ പറയുന്ന ഇമോളുമെന്റ്, നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത്. അതായത് അപ്രോക്സിമേറ്റ്ലി ഇപ്പോഴത്തെ പ്രസന്റ് ടോട്ടൽ ഇമോളുമെന്റ് എന്ന് പറയുന്നത് 85,000 ആണ്. നമ്മുടെ ടോട്ടൽ ഇമോൾമെന്റ് ആണ്. അത് നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ അല്ലെങ്കിൽ സെന്റേഴ്സിലാണ് കിട്ടുന്നതെങ്കിലാണ് 85,000. ഇനി അതർ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ പെൻഷൻ അണ്ടർ ന്യൂ പെൻഷൻ സിസ്റ്റം നമുക്ക് ഉണ്ടായിരിക്കും, ഗ്രാറ്റുവിറ്റി ഉണ്ടായിരിക്കും, LTS ഉണ്ടായിരിക്കും, മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും, ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതെല്ലാം റൂൾസ് പ്രകാരമുള്ള എല്ലാ അലവൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഗവൺമെന്റ് നമ്മുടെ ഒരു ബാങ്കിൽ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്ന അതേ രീതിക്കുള്ള എല്ലാ അലവൻസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള എമോൾമെന്റ് ആണ്. ടോട്ടൽ നമുക്ക് 85,000 ആണ് അവിടുത്തെ ഒരു മെട്രോപൊളിറ്റൻ സെന്ററിൽ കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു ടോട്ടൽ എമോൾമെന്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് അല്ലെ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് സർവീസ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് മിനിമം ഇപ്പൊ നമ്മൾ കയറി കഴിഞ്ഞാൽ മിനിമം സ്റ്റേ, ഒരു ഇനിഷ്യൽ പ്ലേസ് നമ്മൾ പോസ്റ്റ് ചെയ്യാവുകയാണ്. അപ്പൊ അവിടുത്തെ മിനിമം സ്റ്റേ എന്ന് പറയുന്നത് 3 വർഷമാണെന്ന് പറയുന്നുണ്ട്. ഇനി ഹിന്ദി ഓഫീസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സെയിം സ്പെഷ്യലൈസേഷൻ വച്ച് അവർക്ക് കണ്ടിന്യൂ ചെയ്താൽ അവർക്ക് 5 years ഓർ ഫർദർ ഡിസൈഡ് ആസ് പെർ ദി കമ്പനി ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അവർക്ക് ഫർദർ ടൈമും കാര്യങ്ങളും പറയാം. അപ്പം 5 വർഷം മിനിമം പീരീഡ് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കമ്പനി നോംസ് അനുസരിച്ച് അവിടെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഗ്യാരണ്ടി ബോണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സൈൻ ചെയ്തിട്ടാണ് കയറുന്നത്. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്, പ്രൊബേഷണറായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് മിനിമം 4 വർഷത്തെ ബോണ്ട് നമ്മൾ അവിടെ സൈൻ ചെയ്യുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് അവിടുന്ന് എക്സ്പയർ അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് വിട്ടുപോകേണ്ട ഒരു സാഹചര്യം വരികയാണ്, അതായത് ബോണ്ട് പീരീഡിനുള്ളിൽ വെച്ച് നമുക്ക് വിട്ടുപോകേണ്ട ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തെ ഗ്രോസ് സാലറി നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പ്രൊബേഷൻ പീരീഡ് സമയത്ത് അവർക്ക് സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാണ്, കമ്പനിയിൽ നിന്ന് കമ്പനി നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ടെർമിനേറ്റ് ചെയ്യുവാണ് പ്രൊബേഷൻ പീരീഡ്, അതായത് ആ ഒരു ടൈം പീരീഡിൽ ടെർമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു എത്രയാണോ സാലറി അവർക്ക് റിസീവ് ചെയ്തത് അത് പ്ലസ് അഡീഷണൽ അവർക്കൊരു 40,000 rupees കൂടെ നമ്മുടെ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് പ്രകാരം ഉള്ളതും കൂടെ അവർക്ക് അഡീഷണൽ എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഗ്യാരണ്ടി ബോർഡിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി സെലക്ഷൻ പ്രോസസ് ആണ് ഇനി നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിയേണ്ടത്. ഒരു ബാങ്ക് എക്സാമിന് പഠിക്കുന്ന അതേ രീതിക്കുള്ളത് തന്നെയാണ് ഇവിടെയും സെലക്ഷൻ പ്രോസസ്സ് വരിക. ഫേസ് 1 എന്ന് പറയുമ്പോൾ 3 സെക്ഷൻസ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻസ്, റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ക്വസ്റ്റ്യൻ, അങ്ങനെ ടോട്ടൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് 100 മാർക്കിന്. ഓക്കെ, ഇനി നമ്മുടെ ടൈം പീരീഡ്, അതായത് നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷനും 20 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് ഫേസ് 2 ആണ്. ഫേസ് 2 വരുമ്പോഴും ടെസ്റ്റ് ഓഫ് റീസണിങ് ഉണ്ട്. 45 ക്വസ്റ്റ്യൻസ് 45 മാർക്കിന് 45 മിനിറ്റ് ആണ് അവിടെ വരിക.
ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിലോ 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക് 30 മിനിറ്റിനാണ്. ജനറൽ അവയർനെസ് ആണെങ്കിൽ 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 20 മിനിറ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 40 മിനിറ്റ് ആണ്. ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് ആണെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക് 15 മിനിറ്റ്. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് 200 മാർക്ക് 150 മിനിറ്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ഇത് കഴിയുമ്പോഴേക്കും ഫേസ് 2 കഴിയുമ്പോഴേക്കും ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും കൂടെ വരുന്നുണ്ട്. ആ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ കാര്യമാണ് ഞാൻ നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ പ്ലസ് അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ആണ് വരുന്നത്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൽ വരുമ്പോഴത്തേക്കും 30 മിനിറ്റ് ഡ്യൂറേഷൻ ആണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് വരിക. അതിൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് പറയുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ IBPS POK ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു എസ്സേ ഉണ്ടായിരിക്കും 20 മാർക്കിനും, അതുപോലെ പ്രീസി ഉണ്ടായിരിക്കും 10 മാർക്കിനും. ഇങ്ങനെയാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വരുന്നത്. ഓക്കെ, ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും, അതുപോലെ തന്നെ ഓൺലൈൻ മോഡ് തന്നെയാണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വരിക. അപ്പോൾ ഇത് നമ്മളെ മെയിൻസ് മാർക്കിന്റെ ഒപ്പം നമുക്ക് എന്താണ് ഒരു മെയിൻ സെലക്ഷനിൽ അല്ലെങ്കിൽ ലിസ്റ്റിൽ ഈ മാർക്ക് ആഡ് ചെയ്യത്തില്ല. പക്ഷേ ഇത് ക്വാളിഫൈങ് നേച്ചർ ഉള്ളതാണ്. ക്വാളിഫൈ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ മെറിറ്റ് ലിസ്റ്റിലേക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പക്കാ നോക്കുവാണെങ്കിൽ ഒരു IBPS POയുടെ എക്സാം എഴുതുന്ന അതേ കൂട്ട് അല്ലെ, അതില് അതായത് ആ ഒരു ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് OICL AO എന്ന് പറയുന്ന പോസ്റ്റ് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇന്റർവ്യൂ പ്രോസസ് ആണ്. അത് ബാക്കി നമ്മുടെ എന്താണ് ഇന്റർവ്യൂ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോസ്റ്റിംഗിലേക്കൊക്കെയാണ് പോകുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് അറിയണ്ടേ? SC ST PWBD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 250 രൂപയാണ് ഫീസ് വരുന്നത്, GST ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഇന്റിമേഷൻ ചാർജ് മാത്രം അവിടെ വരുന്നത്. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സും, അതായത് SC ST PWBD അല്ലാതെ ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും 1000 രൂപ ഫീസ് വരുന്നുണ്ട്. അവിടെ ആപ്ലിക്കേഷൻ ഫീ വിത്ത് ഇൻക്ലൂഡിങ് ഇന്റിമേഷൻ ചാർജസും കൂടെ അവിടെ അപ്ലൈ ചെയ്തിട്ടാണ് ഈ പറയുന്ന എന്താണ് 1000 റുപ്പീസ് ഫീസ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറി പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ദിവസങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് ഒരുവിധം നന്നായിട്ടൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ്, അതായത് ബാക്കിയുള്ള എക്സാംസിന്, എങ്കിൽ നമുക്ക് അടുത്തൊരു ചാൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എക്സാമിനേഷൻ സെന്റർ കൂടെ പറഞ്ഞുതരാം. ഫേസ് 1 ആണെങ്കിൽ എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ഉണ്ട്. ഫേസ് 2 ആണെങ്കിൽ എറണാകുളം, കൊച്ചിയാണ് നമുക്ക് എക്സാമിനേഷൻ സെന്റർ വരിക. അപ്പോ 2026 ആദ്യത്തെ പരീക്ഷ നമ്മൾ എഴുതാൻ പോവുകയാണ് അല്ലെ. ഇതിനൊപ്പം തന്നെ EPFOയുടെ പരീക്ഷയും കൂടെ വരുന്നുണ്ട്. EPFOയുടെ കഴിഞ്ഞ് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇതായിരുന്നു. അത് ജനുവരി 11 നമുക്ക് എക്സാം നടക്കുന്നത്. അപ്പൊ അടുത്തടുത്ത 2 പരീക്ഷകളാണ് നമുക്ക് വരുന്നത് 2026. അപ്പോൾ നമ്മൾ ആ ഒരു 2026 എക്സാം എന്താണ് ആ ഒരു ഫൈറ്റ് അങ്ങ് ആരംഭിക്കുകയാണ്. അപ്പം ഇത്രയും നാൾ പഠിച്ചു വന്നത് ഒരിക്കലും നിങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്യരുത്, അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. കാരണം 2026 ഫസ്റ്റ് വീക്കോടുകൂടി നമ്മുടെ ബാങ്ക് എക്സാം IBPS കലണ്ടർ റിലീസ് ആകുന്നതായിരിക്കും. അപ്പോൾ ഓഗസ്റ്റ് മാസം, കഴിഞ്ഞ വർഷം വരെ ഓഗസ്റ്റ് മാസം തൊട്ടാണ്. അപ്പോൾ കലണ്ടർ പ്രകാരം നമുക്ക് ഓഗസ്റ്റ് മാസം തൊട്ട് നമ്മുടെ ബാങ്ക് എക്സാം സാധാരണ നമുക്ക് വരുന്നുണ്ട്. അതല്ലാതെ SBIയുടേത് നമുക്ക് വന്നിട്ടുണ്ട് വിത്തിൻ 5 months എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഈ ഒരു എക്സാം, ഈ ഒരു ജനുവരി പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നെക്സ്റ്റ് എന്ത് വരുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന SBIയുടെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഏപ്രിൽ മെയ് മാസം നമുക്ക് SBIയുടെ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് പഠിച്ചു പോവാ. നമുക്കിനി അടുത്തടുത്ത് പരീക്ഷകൾ വരികയാണ്. ഒരു മാസം പോലും വെറുതെ ഇരിക്കാനുള്ള സമയമില്ല. നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോളും. അപ്പം ഈ പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാങ്കിങ്ങിന്റെ ഗോൾഡ് ബാച്ച് 1 year ബാച്ച് ആണ്. അപ്പം അടുത്ത വർഷത്തെ കംപ്ലീറ്റ് എക്സാം നമുക്ക് ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം മതിയായ രീതിയിൽ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താണ് അടുത്ത എക്സാമിന് ഞാൻ നേടിയിരിക്കും എന്നുള്ളൊരൊറ്റ, കാരണം നമ്മൾ പഠിക്കുന്നത് കണ്ടിന്യൂവേഷൻ ആണ്. ഇനി പുതുതായിട്ട് ഇപ്പോൾ ഡിഗ്രിയൊക്കെ പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് 1 yearനകത്ത് എക്സാം കിട്ടും നമ്മുടെ ഈ ബാങ്കിങ് ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റഡി സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ്. ഒരു ബാച്ചിൽ 30 സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. ഓരോ ബാച്ചിനും നിങ്ങൾക്ക് ഓരോ മെന്റേഴ്സിനെ തരുന്നതായിരിക്കും. അപ്പം മെന്റർഷിപ്പ് സപ്പോർട്ട് ഓൾ ത്രൂ ഔട്ട് ആ ഒരു 1 year നിങ്ങൾക്ക്, അതായത് നമ്മുടെ ബാച്ച് വൈൻഡപ്പ് വരെ നിങ്ങൾക്ക് എന്തായിരിക്കും മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരു 3 months വെച്ചിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു 3 to 4 months നമ്മുടെ ബേസിക് കവറേജ് അവിടെ നടക്കും. ഓക്കെ, ബേസിക്
ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഒരു കവറേജ് കംപ്ലീറ്റ് ആയിട്ടും 3 to 4 months നടക്കും. അതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് മന്ത്സ്, അതായത് 3 monthsന്റെ സിലബസ് ബേസ്ഡ് ട്രെയിനിങ്. അത് കഴിഞ്ഞ് അടുത്ത 3 months എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിലിംസിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ മോട്ടീവോട് കൂടിയാണ് നെക്സ്റ്റ് 3 months. അതായത് അവിടെ വീക്ക്ലി അസസ്മെന്റും കൂടാണ്ട് സ്പെഷ്യൽ ക്ലാസ്സുകളും, അതായത് നമ്മുടെ വീക്ക് ഏരിയസ് ഏതൊക്കെയാണെന്ന് നമ്മുടെ മെന്റേഴ്സ് അത് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ തന്ന് നമ്മളെ പ്രിലിംസിനെ ഗെറ്റ് റെഡി അല്ലെ, ഗെറ്റ് റെഡി ആണ്. എന്താണ് പ്രിലിംസിന് വേണ്ടിയുള്ള ഒരു ഗെറ്റ് റെഡി, അതാണ് നമുക്ക് ഈ പറയുന്ന നെക്സ്റ്റ് ഒരു 3 months എന്ന് പറയുന്നത്. അടുത്തൊരു 3 months എന്ന് പറയുന്നത് പ്രിലിംസ് നമ്മൾ നല്ലപോലെ നമ്മൾ ചെയ്ത് വന്നു നമ്മൾ മെയിൻസിലേക്ക് എൻ്റർ ചെയ്യുക. മെയിൻസിലേക്കുള്ള ഒരു ഫുള്ളി പ്രിപ്പറേഷൻ ആണ്, അതായത് ഒരു ഇന്റൻസീവ് മെയിൻസ് കോച്ചിങ് ആണ് നമുക്ക് ഈ പറയുന്ന നെക്സ്റ്റ് 3 months എന്ന് പറയുമ്പോൾ. അടുത്ത 3 months നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറിന്റെ ഇന്റർവ്യൂ ക്ലാസ്സസ് ആണ് വരുന്നത്. അതായത് മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്തും ഇന്റർവ്യൂ ഉണ്ട്, PO പോലത്തെ അതായത് ഓഫീസർ പോസ്റ്റുകൾക്കെല്ലാം നമുക്ക് ഈ ഇന്റർവ്യൂ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ക്ലർക്ക് പോസ്റ്റ് ആണ് എഴുതുന്നെങ്കിൽ ആ മെയിൻസ് വരെ തന്നെ മതിയായിരിക്കും. അപ്പോൾ ഇന്റർവ്യൂ കോച്ചിങ്ങോട് കൂടിയാണ് നമുക്ക് ഈ ഒരു ഗോൾഡ് ബാച്ച് വരുന്നത്. അപ്പം നമുക്ക് ഒത്തിരി റിസൾട്ട് വന്നിട്ടുള്ള ഒരു ബാച്ചാണ്. അപ്പം നമ്മൾ പറയുന്ന രീതിയിൽ ആ സ്റ്റഡി സ്ട്രക്ചറിൽ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ വിത്തിൻ 1 year നിങ്ങൾക്ക് നമുക്ക് വരുന്ന പരീക്ഷകൾ, അതിപ്പം ബാങ്ക് എക്സാം ആയിക്കോട്ടെ, ഇൻഷുറൻസ് എക്സാം ആയിക്കോട്ടെ, ഏതായിരുന്നാലും സെയിം പാറ്റേണിൽ പോകുന്നതാണ്. അത് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ ഫുള്ളി കോൺഫിഡൻറ്റോട് കൂടി തന്നെ നമുക്ക് എക്സാം എഴുതാനും സാധിക്കും. അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിൽ കുറിച്ചിട്ടോളൂ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കരുത്, പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്ത് നമ്മുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അതിപ്പോ ന്യൂലി ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാനുള്ള ടൈം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തന്നെ പഠിക്കുക. ഇതുപോലെ 3 months പ്ലാനിങ് വെച്ചിട്ടാണ് നമുക്ക് അടുത്ത വർഷത്തെ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള നമ്മൾ ഒരു സ്റ്റഡി സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബാച്ച് ഡീറ്റെയിൽസ് എന്തായിരുന്നാലും എക്സാം എന്തായിരുന്നാലും നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ OICL AOയുടെ എക്സാമിനെ പറ്റി മറക്കരുത്. അതിന് വേണ്ടിയിട്ട് എക്സാം ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നവർ എല്ലാവരും എക്സാം ആപ്ലിക്കേഷൻ കൊടുക്കുക. നന്നായിട്ട് തന്നെ നിങ്ങൾ എക്സാംസ് തയ്യാറെടുക്കുക, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. അപ്പൊ അതുവരേക്കും താങ്ക് യു, ബൈ. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്തേക്കാം. അപ്പൊ ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻസും പുതിയ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്കും താങ്ക് യു, ബൈ.